ഇറ്റ്സ് മീ സബിത ചാൾസ് ഫ്രം പൂത്തൻസ്. കോട്ടണിൽ തന്നെ വന്നിട്ടുള്ള റണ്ണിങ് ഫാബ്രിക്കിന്റെ കളക്ഷനാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. കോട്ടൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് കൊണ്ടുവന്നിട്ടുള്ള കോട്ടൺ 40s by 40s ആണ് കേട്ടോ. അതായത് ഒരു നൈറ്റിക്കൊക്കെ യൂസ് ചെയ്യാവുന്ന പോലത്തെ തിക്കായിട്ടുള്ള ഫാബ്രിക് ആണ്. സോഫ്റ്റും ആണ്. തിക്ക് എന്ന് പറയുമ്പോൾ ഇങ്ങനെ പടപടാന്ന് നിൽക്കുന്ന ഫാബ്രിക് ഒന്നും അല്ല. നമ്മുടെ സ്ഥിരം വാങ്ങിക്കുന്നവർക്കൊക്കെ അറിയാം. ഇതൊരു 40s by 40s ആണ്. ഞാനിത് വെച്ചിട്ട് കുർത്തിയാണ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഇതിൻ്റെ റീൽസ് കണ്ടെന്ന് വിചാരിക്കുന്നു. നൈറ്റിക്ക് മാത്രമല്ല, നമുക്ക് കുർത്തികളും ഡെയിലി വെയർ ആയിട്ടുള്ള ഡ്രസ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് വെയർ ചെയ്യാം. മിക്സ് ആൻഡ് മാച്ച് ആയിട്ടുള്ളൊരു കളക്ഷനാണ്. അപ്പോൾ ടോപ്പും ബോട്ടവുമായിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഡിസൈനർ ആയിട്ടുള്ള കുർത്തിയൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. പ്രൈസ് നമ്മൾ എപ്പോഴും കൊണ്ടുവരുന്നത് തന്നെ 95 rupees പെർ മീറ്ററിലാണ്. വിഡ്ത്ത് 44 ഇഞ്ച് വിഡ്ത്തിലാണ്, 44 ഇഞ്ച് വിഡ്ത്തിലാണ് ഫാബ്രിക് വന്നിട്ടുള്ളത്. ഓരോന്നായിട്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് എല്ലാം തന്നെ ഒരു ബൂട്ട ടൈപ്പിലുള്ള പ്രിന്റ് ആണ്. നമുക്കതിനകത്ത് ബേസ് ആയിട്ട് പോയിട്ടുള്ളത് ഒരു ഓഫ് വൈറ്റ് കളർ തന്നെയാണ്. ഓഫ് വൈറ്റ് കളറിനകത്താണ് ഈ വരുന്ന ബൂട്ടീസ് എല്ലാം തന്നെ പോകുന്നത്. അതുപോലെ തന്നെ രണ്ട് പ്രിന്റാണ്. അപ്പോൾ മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ചെയ്യാം. ഞാനിപ്പോൾ ഈ അടുത്ത് പോയ പർച്ചേസിനകത്ത് വന്നിരുന്നതെല്ലാം നമുക്ക് അവിടെ ചെല്ലുമ്പോഴായാലും ഒരു സമ്മർ കളക്ഷനാണ് അവരുടെ അടുത്തായാലും ഉള്ളത്, മാനുഫാക്ചേഴ്സിൻ്റെ അടുത്തായാലും. അപ്പോൾ എന്താ പറയുക, സീസൺ അനുസരിച്ചാണ് അവരും പ്രിൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ കുറേ ഡാർക്ക് കളേഴ്സൊക്കെ ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് നിങ്ങൾ പറയുന്നത് ഞാൻ കമൻറ്റിൽ കാണുന്നുണ്ട്. ഇപ്രാവശ്യത്തെ പർച്ചേസിൽ അധികം തന്നെ എനിക്ക് കിട്ടാവുന്നതിൻ്റെ മാക്സിമം ഡാർക്ക് കളേഴ്സാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷെ അവരും എന്നോട് സംസാരിച്ച് പറയണത് സീസൺ ഇപ്പോൾ വളരെ സമ്മർ ആയതുകൊണ്ട് എല്ലാം തന്നെ ലൈറ്റ് ടോണിലാണ് കൊണ്ടുവരുന്നത്. അവർ പ്രിൻറ്റ് ചെയ്യുന്നതെല്ലാം തന്നെ അങ്ങനെ തന്നെയാണ്. പക്ഷെ ഞാൻ മാക്സിമം എനിക്ക് കിട്ടാവുന്ന പോലെ തന്നെ ഡാർക്ക് കളേഴ്സും അജ്രക്കും ഒക്കെ തന്നെ എടുത്തിട്ടുണ്ട്. അപ്പം നമ്മളിത് നമ്മുടെ ലാസ്റ്റ് ബാച്ചിലുള്ളതാണ്. അപ്പോൾ അത് ഓൾമോസ്റ്റ് തീരാറായിട്ടുണ്ടെങ്കിലും ഈ കോട്ടൺ എന്താ പറയുക, നൈറ്റി ഫാബ്രിക്കിനൊക്കെ ഒത്തിരി ഡിമാൻഡ് ഉണ്ട്. ഇപ്പോൾ ഈ സീസൺ നല്ല ചൂടുള്ള സമ്മർ സീസൺ ആണല്ലോ. അതുകൊണ്ട് നമുക്ക് കംഫർട്ടായിട്ട് വെയർ ചെയ്യാവുന്ന ഫാബ്രിക്കിൻ്റെ കളക്ഷനാണ് കേട്ടോ നമ്മൾ കാണുന്നത്. ലൈറ്റ് കളറാണ്. നമുക്കിത് വെച്ചിട്ട് കുർത്തി ചെയ്യാം. ഞാൻ പറയുന്നത് പോലെ നൈറ്റി ഫാബ്രിക് ആണെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്യാൻ പറ്റില്ല എന്നൊന്നും വിചാരിക്കേണ്ട. നമുക്ക് ഡെയിലി വെയർ ആയിട്ട് ഇപ്പോൾ വർക്കിംഗ് വുമൻസിനൊക്കെ വെയർ ചെയ്യാം. നല്ല ക്വാളിറ്റിയുള്ള ഫാബ്രിക്കാണ്. അപ്പോൾ അങ്ങനെ ലാസ്റ്റ് ചെയ്തോളും. പ്യുവർ കോട്ടൺ തന്നെയാണ്. 40s by 40s ആകുമ്പോൾ എനിക്കും ഒത്തിരി പേടിയൊന്നും ഇല്ല. കാരണം ഇത് കാണുന്ന എല്ലാവർക്കും അറിയാം ഇത് പ്യുവർ കോട്ടൺ ആണെന്ന്. ക്യാമ്പ്രിക്ക് വരുമ്പോഴാണ് ചിലർക്കൊരു ഡൗട്ട് വരുന്നത്. അങ്ങനെ ഡൗട്ടുള്ളവരായാലും ഇതിന് ഞാൻ എപ്പോഴും പറയുന്ന പോലെ ചെറിയൊരു പീസ് കട്ട് ചെയ്ത് ബേൺ ചെയ്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാകാം അത് പ്യുവർ കോട്ടൺ ആണോ അല്ലയോ എന്നുള്ളത്. പ്യുവർ കോട്ടൺ ബേൺ ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ ആഷ് വരുന്നത് പൗഡർ ഫോമിൽ തന്നെയാണ്. നമ്മളിപ്പോൾ ഈ നെറ്റ് കോട്ട അതല്ലെങ്കിൽ അങ്ങനെയുള്ള എന്ത് ഫാബ്രിക് കട്ട് ചെയ്ത് ബേൺ ചെയ്താലും, അല്ലെങ്കിൽ പോളി കോട്ടനൊക്കെ കട്ട് ചെയ്ത് ബേൺ ചെയ്താൽ അതിൻ്റെ എന്താ പറയുക, ആഷ് ഇങ്ങനെ ഒരു ബോൾ പോലെ വരുള്ളൂ. അതായത് പ്ലാസ്റ്റിക് അതിനകത്ത്, പോളിസ്റ്റർ മിക്സ് അതിനകത്തുള്ളത് കൊണ്ടാണ് അങ്ങനെ വരുന്നത്. ഇത് 40s ആണ്. രണ്ട് ഡിസൈനാണ് ഇതിനകത്ത് വന്നിട്ടുള്ളത്. അതുകൊണ്ട് മിക്സ് ആൻഡ് മാച്ച് ആയിട്ട് ചെയ്യാം. അപ്പം ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഡ്രസ്സും ഇതുപോലെ രണ്ട് ഡിസൈൻ വെച്ചിട്ട് രണ്ട് പ്രിൻ്റ് വെച്ച് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഫസ്റ്റ് വൺ വന്നിരിക്കുന്നത് ഞാൻ പറഞ്ഞല്ലോ ഒരു ബേസ് ക്രീം കളറിലാണ് പോകുന്നത്. അപ്പോൾ ഇതൊരു ചന്ദന കളർ എന്ന് പറയാം. ആ ബേസ് കളറിനകത്ത് അതിനകത്തൊരു എന്താ പറയുന്ന മെഹന്തി യെല്ലോ കളറിലുള്ള കളർ അങ്ങ് കയറിയതുകൊണ്ട് മൊത്തം നമുക്ക് ക്ലോത്തിന് എങ്ങനെ തോന്നുന്നു, ഒരു കുറച്ചുകൂടെ ഒരു യെല്ലോയിഷ് ആയിട്ടുള്ള, അതായത് പ്യുവർ ചന്ദന കളർ പോലെയല്ല, കുറച്ചും കൂടി ഒരു യെല്ലോയിഷ് ആയിട്ടുള്ള ഒരു ചന്ദന കളർ പോലെയാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത്. ഇത് പോകുന്നത് ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരു ബൂട്ടയാണ്, ചെറിയ ചെറിയ പ്രിൻ്റായിട്ട് പോകുന്നത്. വൺ സൈഡിനകത്തായിട്ട് ഇങ്ങനെയൊരു ബോർഡർ പോകുന്നുണ്ട്. അപ്പം നമുക്ക് ബോർഡർ കൂടാതെ തന്നെ കുറച്ച് ഡാർക്ക് കളറിനകത്ത് ഒരു കളറും കൂടെ ഇതിൻ്റെ തേരായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ അത് പൈപ്പിങ്ങിനൊക്കെ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന ഡ്രസ്സിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു പൈപ്പിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അത് ആ ഒരു കളറിൻ്റെ എന്താ പറയുക, ഡാർക്ക് കളറാണ് അവരത് പൈപ്പിംഗ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. നമുക്ക് അങ്ങനെ ചെയ്യാം. ഞാൻ ഈ കളറൊന്ന് വെച്ച് കാണിച്ചു തരാം നമ്മളിത് എങ്ങനെ വെയർ ചെയ്യുമ്പോൾ വരിക എന്നുള്ളത്. ഇങ്ങനെയാണ് കേട്ടോ ഈ ഒരു കളർ നമ്മൾ വെയർ ചെയ്ത് കഴിയുമ്പോൾ വരുന്നത്. ലൈറ്റ് ടോൺ ആണെങ്കിലും നമുക്ക് ലൈനിങ് ഇല്ലാതെ തന്നെ ചെയ്യാം. അതാണ് ഇതിൻ്റെ ഒരു എന്താ പറയുക നല്ലൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ലൈറ്റ് ടോൺ ആകുമ്പോൾ ചിലർക്കൊക്കെ തോന്നും ഇത് ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നു. ലൈനിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല. 40s by 40s ആണ്. അപ്പോൾ ത്രെഡ് കൗണ്ട് മനസ്സിലായില്ല. അപ്പോൾ കുറച്ചും കൂടി എന്താ പറയുന്നത് തിക്കായിട്ടുള്ളൊരു ഫാബ്രിക് തന്നെയാണ്. ഇനി ഇതിൻ്റെ തന്നെ ഈ സെയിം കളർ കോഡിൽ തന്നെ ഒരു ഡിസൈനും കൂടെ വരുന്നുണ്ട്. നമുക്കൊന്ന് നോക്കാം. കുറച്ചുകൂടി ചെറിയൊരു ബൂട്ടയാണ് കേട്ടോ. പേസ്ലി പ്രിൻ്റാണ് ഇപ്പോൾ ഈ കാണുന്നത്. മാംഗോ പ്രിൻ്റ് എന്ന് പറയുന്ന പ്രിൻറ്റിൻ്റെ ചെറിയൊരു ഫോമിലാണ് ഇത് വന്നിട്ടുള്ളത്. ആദ്യം കണ്ടത് വേറൊരു എന്താ പറയുക, വേറൊരു ഡിസൈൻ, ഒരു അജ്രക് ഡിസൈൻ്റെ ഒക്കെ സിമിലർ ആയിട്ടുള്ളൊരു ഡിസൈനാണ് ആദ്യം കണ്ടത്. എല്ലാം തന്നെ ക്ലോസ് ചെയ്ത് കാണിക്കുമ്പോൾ കാണാൻ കഴിയുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ ഞാൻ പറഞ്ഞതുപോലെ പേസ്ലിയാണ്. പേസ്ലി മാത്രമായിട്ട് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു പാറ്റേണിലാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. പേസ്ലിയൊക്കെ നമുക്ക് എപ്പോഴും ട്രെൻഡിങ് ആയിട്ടുള്ളൊരു ഐറ്റം തന്നെയാണ്. അങ്ങനെ എന്താ പറയുക, ഔട്ട് ഓഫ് ഫാഷനോ അല്ലെങ്കിൽ ട്രെൻഡ് മാറിയെന്നൊന്നും പറയാൻ പറ്റില്ല. ഇതിൻ്റെയും വൺ സൈഡിനകത്തായിട്ട് ഇങ്ങനെ ഒരു ബോർഡറും അതുപോലെ കളറും കൂടെ പോകുന്നുണ്ട് കേട്ടോ. ഇനി ഇപ്പം നമ്മൾ കണ്ട ഈ രണ്ട് ഡിസൈനിൻ്റെ തന്നെ
3 കളറാണ് ഇനി കാണാനുള്ളത്. അപ്പോൾ ടോട്ടൽ 4 കളർ. ഇപ്പോൾ ഇതും കൂടെ ആകുമ്പോൾ 4 കളറാണ് ഈ ഒരു ഡിസൈനിൽ വരുന്നത്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ബ്ലൂവും വൈറ്റും കൂടെ ആയിട്ടുള്ളൊരു കളറാണ് കേട്ടോ. ഇതൊക്കെ നമുക്കിങ്ങനെ ഈ എന്താ പറയുക പള്ളി പോകുന്ന പർപ്പസ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ നമുക്ക് വെയർ ചെയ്യാവുന്നതാണ്. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഇത് കുറച്ചൊരു ഇപ്പോൾ ഇതിനകത്ത് എന്താ പറയുക ബ്ലൂ കളറാണ് കയറിയത്, അതുകൊണ്ട് ഇതിന് ഒരു ഉജാല വൈറ്റ് എന്ന് പറയില്ലേ, ആ ഒരു വൈറ്റിലേക്കാണ് ഇതിൻ്റെ ബേസ് കളർ പോകുന്നത്. അപ്പം നമ്മൾ അതിനകത്ത് ആ പ്രിൻ്റ് വരുന്നതനുസരിച്ച് ഫാബ്രിക്കിൻ്റെ കളറിനും ചെറുതായിട്ടൊരു വേരിയേഷൻ വരുന്നുണ്ട്, അത്രയേ ഉള്ളൂ അത് പറഞ്ഞതിൻ്റെ അർത്ഥം. ഇതിൻ്റെയും വൺ സൈഡിനകത്തായിട്ട് ഇങ്ങനെ തേരും അതുപോലെ തന്നെ ഒരു ബോർഡറും കൂടെ പോകുന്നുണ്ട്. അപ്പം ഞാനിതൊന്ന് വെച്ച് കാണിച്ചു തരാം ഈ ഒരു കളർ എങ്ങനെയാണ് വെയർ ചെയ്യുമ്പോൾ. ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. നല്ല ഭംഗിയുള്ള ഡിസൈൻ തന്നെയാണ്. ഇനി ഇതിന് മാച്ച് ചെയ്യാവുന്ന ആ ഒരു പേസ്ലി ഡിസൈൻ ഉണ്ടെന്ന് പറഞ്ഞല്ലോ, അതും ഈ സെയിം ബ്ലൂവിലും ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കതൊന്ന് വെച്ച് നോക്കാം. ഇപ്പം എല്ലാ ഫാബ്രിക്കിനും അകവും പുറവും ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ഈ ഒരു കളർ ചേഞ്ച് തോന്നുന്നത്. ഇതിൻ്റെ നല്ല ഭാഗം വരുന്നത് ഇങ്ങനെയാണ് ഇതിൻ്റെ നല്ല ഭാഗം വരുന്നത്. ഇതിൻ്റെയും വൺ സൈഡിനകത്തായിട്ട് തേരും അതുപോലെ തന്നെ പ്രിൻറ്റും പോകുന്നുണ്ട്. ഫാബ്രിക്കിൻ്റെ വിഡ്ത്ത് കോട്ടൺ ആകുമ്പോൾ എപ്പോഴും 44 ഇഞ്ച് വിഡ്ത്തിലാണ്. പ്രൈസ് 95 റുപ്പീസാണ് കേട്ടോ. ഈ 40s by 40s ആയിട്ടുള്ള ഫാബ്രിക്കിൻ്റെ പ്രൈസ് വന്നിരിക്കുന്നത് 95 റുപ്പീസ് പെർ മീറ്റർ, 95 രൂപയാണ്. നെക്സ്റ്റ് വൺ വന്നിരിക്കുന്നത് ഒരു പീക്കോ ഗ്രീൻ എന്ന് പറയുന്ന ആ ഒരു കളറിലേക്കാണ് പോകുന്നത്. എല്ലാം ക്ലോസ് വ്യൂ കാണിക്കുമ്പോൾ ഇതിനകത്തുള്ള പ്രിൻറ്റിൻ്റെ കളറൊക്കെ നിങ്ങൾക്ക് മനസ്സിലാകും. ഇത് ആ ഒരു ആദ്യം കാണുന്ന വലിയ ബൂട്ടയുണ്ടല്ലോ അതിൻ്റെ പ്രിൻ്റാണ്. പേസിൽ നമ്മൾ രണ്ടാമതാണ് കാണുന്നത്. ഇത് വെയർ ചെയ്യുമ്പോൾ ഈ ഒരു പാറ്റേണിലാണ് ഇതിൻ്റെ ഡിസൈൻ വരുന്നത്. വൺ സൈഡിനകത്തായിട്ട് ഇങ്ങനെ ഒരു ബോർഡറും തേരും കൂടെയാണ് പോകുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ള പ്രിൻറ്റുകൾ തന്നെയാണ് എല്ലാം തന്നെ. നെക്സ്റ്റ് വൺ ആ പേസ്ലിയാണ്, ഈ ഒരു സെയിം കളറിൽ തന്നെ പേസ്ലിയാണ്. അപ്പോൾ നമുക്കിത് രണ്ടും വെച്ചിട്ട് ടോപ്പും ബോട്ടവുമായിട്ട് ചെയ്യാം. ഇതിലേതെങ്കിലും ഒരു ഡിസൈൻ ടോപ്പും ഒരെണ്ണം ബോട്ടവുമായിട്ട് ചെയ്യാം. അതല്ലെങ്കിൽ ടോപ്പിൽ തന്നെ ഡിസൈനർ കുർത്തി പോലെയൊക്കെ ചെയ്യാവുന്നതാണ്. ഇങ്ങനെയാണ് ഇത് വെയർ ചെയ്ത് കഴിയുമ്പോൾ ഈ ഒരു ഡിസൈൻ വരുന്നത്. നല്ല ഭംഗിയുള്ള പ്രിൻറ്റുകൾ തന്നെയാണ്. നെക്സ്റ്റ് വൺ നമ്മൾ കാണുന്നത് ഞാൻ വെയർ ചെയ്തിരിക്കുന്ന സെയിം ഫാബ്രിക്കാണ്, സെയിം കളറാണ്, ഒരു പർപ്പിൾ ഷെയ്ഡാണ്. പർപ്പിളിൻ്റെ തന്നെ ലൈറ്റും ഡാർക്കുമായിട്ടുള്ള ടോണിലാണ് ഇതിനകത്തുള്ള പ്രിൻറ്റ് വന്നിരിക്കുന്നത്. വൺ സൈഡിനകത്തായിട്ട് ഇങ്ങനെ ഒരു ബോർഡർ പോകുന്നുണ്ട്. വെച്ച് കാണിക്കേണ്ട കാര്യമില്ലല്ലോ, ഞാൻ വെയർ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ റീൽസൊക്കെ കണ്ടെന്ന് വിചാരിക്കുന്നു. നമ്മൾ സാധാരണ നെക്സ്റ്റ് ഡേ ഔട്ടാകുന്ന വീഡിയോസിൻ്റെയൊക്കെ റീൽസ് തലേദിവസം തന്നെ പേജിൽ ഇടാറുണ്ട്, യൂട്യൂബിൽ ഷോർട്സ് ആയിട്ട് ഇടാറുണ്ട്. അപ്പോൾ കാണണം എന്നുള്ളവർ, അതായത് ഫുള്ളായിട്ടുള്ള ഡ്രസ്സ് വെയർ ചെയ്യുമ്പോൾ എങ്ങനെ കാണുക എന്നുള്ളവർക്ക് അറിയണം എന്നുള്ളവർ പേജിലൊന്ന് നോക്കിയാൽ മതി. റീൽസായിട്ടും ഷോർട്സ് ആയിട്ടൊക്കെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ലാസ്റ്റ് വൺ ആ പേസ്ലി ഡിസൈനാണ്. അപ്പോൾ ഞാനിതിൽ വെയർ ചെയ്തിട്ടുള്ളതിൽ അധികം ഭാഗത്തും ആദ്യം കാണുന്ന ഡിസൈനും അതുപോലെ ചെറിയ സ്ലീവിൻ്റെ സൈഡിലൊക്കെ പേസ്ലി പ്രിൻ്റാണ് കൊടുത്തിട്ടുള്ളത്. പർപ്പിൾ തന്നെയാണ്. അപ്പോൾ പർപ്പിളിൻ്റെ തന്നെ 2 പ്രിൻ്റാണ് നമ്മൾ കാണുന്നത്. ഇതിനകത്തും ആ ഒരു എന്താ പറയുന്നത് വൺ സൈഡിലൊരു ബോർഡറും ഒരു കളറും ഒക്കെ കൂടെ വരുന്നുണ്ട്. 95 റുപ്പീസിലുള്ള 40s by 40സിലുള്ള കോട്ടണിലുള്ള റണ്ണിങ് ഫാബ്രിക്കാണ് നമ്മൾ കണ്ടത്. അപ്പോൾ ഇതിലേതെങ്കിലും പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ഇതിൽ കൊടുത്തിട്ടുള്ള നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്താൽ മതി. നമ്മുടെ ടീം അത് ഫോളോ അപ്പ് ചെയ്യുന്നതായിരിക്കും. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, ഇത് എന്താ പറയുക ലൈറ്റ് കളറാണെന്ന് വിചാരിച്ചിട്ട് ലൈനിങ്ങിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. കുറച്ചും കൂടി പ്രായമുള്ളവരൊക്കെ നമ്മുടെ ഷോപ്പിൽ ഇപ്പോൾ നൈറ്റി അന്വേഷിച്ച് വരുന്നവർക്കൊക്കെ കുറച്ച് പ്രായമുള്ളവർക്കൊക്കെ ലൈറ്റർ ടോണിലുള്ളത് ചോദിക്കാറുണ്ട് ഗിഫ്റ്റ് കൊടുക്കാനോ, അല്ലെങ്കിൽ കുറച്ചുകൂടി പ്രായമുള്ള അമ്മച്ചിമാരൊക്കെ ഇങ്ങനെ ലൈറ്റർ ടോണൊക്കെ ചോദിക്കുന്നവർക്കൊക്കെ അങ്ങനെയൊക്കെ നൈറ്റിയൊക്കെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമുക്ക് നല്ലൊരു ചോയ്സ് തന്നെയാണ്. നൈറ്റി സ്റ്റിച്ച് ചെയ്യാൻ എത്ര മീറ്റർ വേണമെന്നൊക്കെ ചിലർ കമൻറ്റ് ചെയ്യണ കാണാറുണ്ട്. ഇത് 44 ഇഞ്ച് വിഡ്ത്തിലുള്ള ഫാബ്രിക്കാണ്, 3 മീറ്ററാണ് കേട്ടോ നമ്മൾ ഷോപ്പിൽ കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഷോപ്പിൽ സ്റ്റിച്ചിങ് അവൈലബിൾ ആണ്. 8891060225 കോൺടാക്ട് ചെയ്താൽ മതി. നമ്മൾ ഈ കാണിക്കുന്ന പ്രൊഡക്റ്റ് എല്ലാം തന്നെ ഷോപ്പിലും ഓൺലൈനിലും അവൈലബിൾ ആണ്. ഞങ്ങളുടെ പ്രൊഡക്റ്റുകളൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.